ഹായ്, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC ആൻഡ് RRB യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഡിഫൻസ് അക്കാദമി ഗ്രൂപ്പ് സി വേക്കൻസി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയുണ്ടായി. ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് സിയിലെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ആപ്ലിക്കേഷൻ വരുന്നത്. 198 വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് 27-ാം തീയതി ജനുവരി മുതലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി 16-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഏതെല്ലാം പോസ്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, അതുപോലെ ഫയർമാൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങി 14ഓളം പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ MTS പോസ്റ്റിൽ 151 വേക്കൻസീസ് വരുന്നുണ്ട്. LDCയിലാണെങ്കിൽ 16 വേക്കൻസീസ് ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അങ്ങനെ മൊത്തം 198 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 18,000 രൂപ മുതൽ 63,200 രൂപ വരെ പേ സ്കെയിലും വരുന്നുണ്ട്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് എന്ത് ഏജ് ലിമിറ്റ് വരുന്നത്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 12th ക്ലാസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്ത് വരുന്നുണ്ട്, ഒരു സ്കിൽ ടെസ്റ്റ് കൂടെ വരുന്നുണ്ട്. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത്. 10 മിനിറ്റ് ആയിരിക്കും എന്ത് സമയം. അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS, നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th ആണ് എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. റിട്ടൺ എക്സാം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി ഫയർമാൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. മെട്രിക്കുലേഷൻ ആണ് എന്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുകൂടി ഉണ്ടായിരിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൂടെ ഉണ്ടായിരിക്കും. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ എങ്ങനെയാണ് ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, അല്ലെങ്കിൽ സിലബസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവെയർനെസ്. ഈ 4 സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് എക്സാമിന് വരുന്നത്. നമുക്കറിയാം SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ ആ കാര്യം കൂടെ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എക്സാം എന്തായിരിക്കും, ബൈലിംഗ്വൽ ആയിരിക്കും. ഇംഗ്ലീഷ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദിയിലൂടെ എഴുതാം. ഓക്കെ, NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 27-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, ഫോട്ടോ, സൈൻ, ഇത്തരം കാര്യങ്ങളും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുക, അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.